എന്തൊരു സൗന്ദര്യമാണിത്! മനുഷ്യനെ പോലെ ഒരു സൗന്ദര്യം ഒന്നുമില്ല. ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് പഠിച്ചത്. ഒരു തുള്ളി വെള്ളത്തിൻ്റെ അല്പത്തിൽ അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന്. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, മുതുകല്ലിന്റെയും വാരിയല്ലിന്റെയും ഇടയിലൂടെ പുറപ്പെടുന്ന ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് ഇത്ര മനോഹരമായ ഒരു മഹാസൗന്ദര്യത്തെ സമഞ്ജസമായി നിന്നെ പടച്ച അല്ലാഹു എത്ര മഹാൻ! ഗർഭപാത്രത്തിലേക്ക് അല്ലാഹു മലക്കിനെ അയക്കുമെന്ന് പുണ്യ റസൂൽ. പ്രകാശരൂപിയായ മലക്കിനെ അലൈഹിസ്സലാം അല്ലാഹു ഗർഭപാത്രത്തിലേക്ക് അയക്കുമെന്ന് പുണ്യ റസൂൽ. എന്നിട്ട് എന്ത് ചെയ്യും? ശുക്ലബിന്ദുവിനെ മലക്ക് കയ്യിൽ പിടിക്കും. എന്നിട്ട് ശുക്ലബിന്ദുവിനെ, പെണ്ണിന്റെ വയറ്റിലുള്ള ശുക്ലബിന്ദുവിനെ എവിടേക്കെങ്കിലും ആളെ അയക്കാൻ അള്ളാഹ്ക്ക് നിന്നോട് സമ്മതം ചോദിക്കേണ്ടതില്ല. എല്ലാം അല്ലാഹുവിൻ്റെതാണ്. അവനാണ് അല്ലാഹു. ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് വെള്ളം നിന്റേതല്ല. أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون. നിനക്കെതിരായി ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്, മാപ്പാക്കണം. നിനക്കെതിരായി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, മാപ്പാക്കണം. നിനക്കെതിരായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, മാപ്പാക്കണം. നിന്റെ വഹദാനിയത്തിന്റെ സൗന്ദര്യം കൊണ്ട് നീ മാപ്പാക്കണം. അല്ലാഹുവേ, ചിന്തിക്കണം, വിശ്വാസി ചിന്തിക്കണം. ഗർഭപാത്രത്തിലേക്ക് മലക്കിനെ അയക്കുന്നവൻ അല്ലാഹുവാ. എന്നിട്ട് എന്താ ചെയ്യുക? നുത്ഫത്തിനെ തന്റെ കയ്യിൽ പിടിക്കും. എന്നിട്ടോ എന്നിട്ട് ആ ബീജത്തെ ഒരു ശരീരമാക്കി സംവിധാനിക്കും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. ഫയഖൂലു, മലക്ക് ചോദിക്കുകയും ചെയ്യും. പുണ്യ റസൂൽ പറഞ്ഞു, സയ്യിദുനാ മലക്ക് അലൈഹിസ്സലാം ചോദിക്കുകയും ചെയ്യും. റഹ്മൻ ഗർഭപാത്രത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചോദിക്കും, യാ റബ്ബി അദകറുൻ ഉംസാ, അദകറുൻ ഉംസാ, ആണാക്കണോ പെണ്ണാക്കണോ? വലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ يهب لمن يشاء إناثا ويهب لمن يشاء الذكور. ഉദ്ദേശിച്ചവർക്ക് അവൻ പെൺകുട്ടിയെ കൊടുക്കും, ഉദ്ദേശിച്ചവർക്ക് അവൻ ആൺകുട്ടിയെ കൊടുക്കും. അല്ലാഹു സാലിഹീങ്ങളെ തരട്ടെ.